നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വാർത്ത വരുന്നു. ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പേട്ടയിലെ ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുള്ള കുഞ്ഞിനെ ആ പ്രതിയെ പിടിച്ചു. അപ്പോൾ CCTV ദൃശ്യം ഒരെണ്ണം 24-ന് കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യം പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം. പ്ലേ. ഓ, കുഞ്ഞിനെ കൊണ്ടുവന്ന വിഷയ വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ പറയൂ. ഈ പേട്ടയിലെ തട്ടിപ്പ് കൊണ്ടുപോകൽ കേസിൽ 19 ദിവസം പോലീസിന് തലവേദനയായ ഒരു കേസാണ്. ആ കേസിൽ പോലീസ് പ്രതിയിലേക്ക് എത്തിയ ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ സംപ്രേഷണം ചെയ്യുന്നത്. അല്ലെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിന്റെ വേർഷനും ഈ പ്രതി ഈ ഹസൻകുട്ടി എന്ന കബീർ ഇയാൾ പറഞ്ഞ ചില മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ആ കേസിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് ഈ സ്ഥിരമായി പോക്സോ കേസിൽ പെടുന്ന ഒരാളാണ് ഈ കേസിന്റെ പ്രതിയായിട്ടുള്ള ഈ ഹസൻകുട്ടി. ഇയാൾ ഈ കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഈ തിരുവനന്തപുരം പേട്ടയിലേക്ക് എത്തുന്നു. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ചാക്ക ഭാഗത്തേക്ക് നടന്നു പോകുന്നതാണ് ആദ്യത്തെ CCTV ദൃശ്യം. അതിനുശേഷം വീണ്ടും ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് പാലത്തിന് സമീപത്ത് കൂടി ഇയാൾ തലയിൽ ഈ ഒരു തുണി വെച്ച് മൂടി നടക്കുന്ന ദൃശ്യമാണ് ഈ രണ്ടാമത്തെ ദൃശ്യം. മൂന്നാമത്തെ ദൃശ്യമാകട്ടെ ഈ സംഭവശേഷം ഇയാൾ മടങ്ങുന്നതുമാണ്. ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് ഇയാൾ നടന്നു പോകുന്ന ദൃശ്യം ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ദൃശ്യങ്ങൾ, ഏതാണ്ട് 200-ലധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് നടത്തവേ പോലീസിന് ഈ പ്രതിയിലേക്ക് നീങ്ങാനുള്ള നിർണായക ക്ലൂ ആയി മാറിയ ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊല്ലത്ത് നിന്ന് ഹസൻകുട്ടി എന്നയാളെ, ഈ കേസിലെ പ്രതിയെ, അതായത് നാടോടി സംഘത്തിൽ അച്ഛനെയും അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കുട്ടി നിലവിളിച്ചപ്പോൾ ഇയാൾ വായ പൊത്തി. തുടർന്ന് പിടിയിലാകും, അതല്ലെങ്കിൽ ഈ സംഭവം പുറത്തറിയുമെന്ന് കരുതി ഇയാൾ പൊന്തക്കാട്ടിലേക്ക് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. ആ പ്രതി നടന്നു പോകുന്ന ആ പ്രതിയിലേക്ക് പോലീസ് എത്തിയ നിർണായക CCTV ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. വിജയകുമാർ.